നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഇതുപോലൊരു റാച്ചറ്റ് എങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. ഈ റാച്ചറ്റിന് ഏകദേശം 1000 രൂപ വില വരും. അതുകൂടാതെ ഇത് അത്രയ്ക്ക് ഹെവി ഡ്യൂട്ടിക്ക് പറ്റുന്നതുമല്ല. നമ്മൾ ചെയ്യുന്നത് കുറച്ച് ഹെവി ഡ്യൂട്ടിക്ക് കൂടെ പറ്റുന്ന ഒരു റാച്ചറ്റാണ്. ആദ്യമായിട്ട് സൈക്കിളിൻ്റെ ഒരു പഴയ ഫ്രീ വീൽ ആവശ്യമുണ്ട്. ഈ സൈക്കിളിൻ്റെ ഫ്രീ വീൽ അത്യാവശ്യം ഹെവി ഡ്യൂട്ടിക്ക് പറ്റുന്നതാണ്. ഇപ്പോൾ ഒരു 60 കിലോ വെയിറ്റുള്ള 2 പേര് ഒരു സൈക്കിളിൽ പോയാലും അതിൻ്റെ ഫ്രീ വീല് സ്ലിപ്പായി പോകുന്നില്ലല്ലോ. അങ്ങനെ ഒരു പഴയ ഫ്രീ വീല്, അതുപോലെ ഒരു പഴയ നട്ട്, ഇതിൻ്റെ സെൻറ്ററിൽ ഒരു സ്പേസറായിട്ട് വെക്കാനാണ്. പിന്നെ ഇതുപോലത്തെ ഒരു എക്സ്റ്റൻഷൻ റോഡ്, ഇതിന് 250 രൂപ വിലയുണ്ട്. അപ്പോൾ ഒരു വെൽഡിങ് ചാർജ് ഒരു 100 രൂപ വരും. അങ്ങനെ ഒരു 350 രൂപയ്ക്ക് നമുക്ക് റാച്ചറ്റ് ഉണ്ടാക്കിയെടുക്കാം. എക്സ്റ്റൻഷൻ റോഡിൻ്റെ ഈ ഫീമെയിൽ സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. എന്നിട്ട് ഈ നട്ടിൻ്റെ ഉള്ളിൽ കുറച്ച് ഡ്രിൽ ചെയ്ത് വലുതാക്കിയിട്ട് വെക്കാനുള്ളതാണ്. അതുപോലെ ഇതിൻ്റെ മെയിൽ സൈഡും ഈ ഒരളവിൽ വെച്ച് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. പിന്നെ ഈ ഫ്രീ വീലിൻ്റെ ഈ തള്ളി നിൽക്കുന്ന ടീത്തെല്ലാം കട്ട് ചെയ്ത് മാറ്റണം. എക്സ്റ്റൻഷൻ റോഡിൻ്റെ മെയിൽ പോർഷൻ ഒരു 4 സെൻറ്റിമീറ്റർ വരത്തക്ക രീതിയിൽ കട്ട് ചെയ്തെടുത്തു. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള സ്ക്വയർ ഷേപ്പ് ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗത്തേക്ക് കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഗ്രൈൻഡർ ഉപയോഗിച്ച് ഗ്രൈൻഡ് ചെയ്യണം. അങ്ങനെ ഈ എക്സ്റ്റൻഷൻ റോഡിൽ നിന്നും ഈ ഫീമെയിൽ സൈഡും മെയിൽ സൈഡും കട്ട് ചെയ്തെടുത്തു. ഇതിൻ്റെ മെയിൽ സൈഡിലെ ബാക്കിയുള്ള ഭാഗത്തും ഈ സ്ക്വയർ ഷേപ്പ് ഗ്രൈൻഡ് ചെയ്തു. അതുപോലെ തന്നെ ഈ മെയിൽ സൈഡ് ഫുള്ളായിട്ട് ഈ ഫീമെയിൽ പോർഷനിലൂടെ പാസ് ചെയ്ത് പോയിക്കോളും. കട്ട് ചെയ്തിരിക്കുന്ന മെയിൽ പോർഷൻ്റെ ബാക്ക് സൈഡിൽ ഒരു വാഷർ ഇതുപോലെ വെച്ച് സ്പോട്ട് വെൽഡ് ചെയ്യണം. ഫ്രീ വീലിൻ്റെ ടീത്തെല്ലാം കട്ട് ചെയ്ത് മാറ്റി. ഈ 2 സൈഡും കട്ട് ചെയ്തതിൻ്റെ ബാക്കിയുള്ള എക്സ്റ്റൻഷൻ റോഡാണ് ഈ റാച്ചറ്റിൻ്റെ ഹാൻഡിൽ. ഈ നട്ട് ഈ ഫ്രീ വീലിൻ്റെ സെൻറ്ററിലെ സ്പേസിൽ വെക്കാനുള്ളതാണ്. അതുപോലെ ഈ ഫീമെയിൽ പോർഷനും ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് മൊത്തത്തിൽ വെൽഡ് ചെയ്യാനുള്ളതാണ്. അങ്ങനെ നട്ടിൻ്റെ ഉൾഭാഗം കുറച്ച് ഡ്രിൽ ചെയ്ത് വലുതാക്കി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത ഫീമെയിൽ പോർഷൻ ഇറക്കി അത് മൊത്തത്തിൽ ഫ്രീ വീലിൻ്റെ അകത്ത് വെച്ച് ഇനി വെൽഡ് ചെയ്യണം. അങ്ങനെ ഇതിൻ്റെ എല്ലാ ജോയിൻസും വെൽഡ് ചെയ്തു. പിന്നെ ഇതിൻ്റെ മെയിൽ പോർഷൻ്റെ മുകളിൽ ഒരു വാഷർ വെച്ച് അതും വെൽഡ് ചെയ്തു. ഇപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തുകൂടെ ഈ മെയിൽ പോർഷൻ ഇറക്കി ബോക്സ് പാനൽ നമുക്ക് ഈ അറ്റത്ത്, ഇതിൽ ബോൾ ലോക്കുണ്ട്, അതുകൊണ്ട് ബോക്സ് പാനൽ അതിൻ്റെ അകത്ത് ലോക്കായി കിടന്നു. ഈ മെയിൽ പോർഷൻ ഈ ഒരു പൊസിഷനിൽ ഇടുമ്പോൾ സ്പാനർ മുറുകുന്ന ഡയറക്ഷനിലാണ് കിടക്കുന്നത്. ഇനി നമുക്കിത് തിരിച്ച് അഴിക്കുന്ന പൊസിഷനിലേക്ക് മാറ്റാനായിട്ട് ഈ ബോക്സ് ഊരിയ ശേഷം ഇതിൻ്റെ മെയിൽ പോർഷൻ ഇവിടെ ഊരി ഇപ്പുറത്തെ സൈഡിൽ ഇടണം. ഇപ്പോൾ ഇത് അഴിക്കുന്ന ഡയറക്ഷനിലേക്ക് മാറി. നമുക്ക് ഈ റാച്ചറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. കുറച്ച് ഹെവി ലോഡ് വരുന്നതിന് വേണ്ടി കാറിൻ്റെ വീൽ നട്ടാണ് അഴിക്കാൻ നോക്കുന്നത്. ഇനി ഇതിൻ്റെ നട്ട് മുറുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ബോക്സ് പാനൽ ഊരി ഈ മേൽ പോർഷൻ തിരിച്ചിട്ട് ബോക്സ് പാനൽ അതിൽ വെച്ച് മുറിക്കിയാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.